അറിയാം. ദാവീദിനെ നമ്മുടെ നടുവിലേക്ക് വിളിച്ചിട്ട് നിന്റെ സാക്ഷ്യം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ദാവീദിന് ഒറ്റ കാര്യം പറയാണ്, ഞാനൊരു തള്ളപ്പെട്ടവനായിരുന്നു, ഞാനൊരു ഒറ്റപ്പെട്ടവനായിരുന്നു. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ എന്നോട് ദയ തോന്നിയ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നിന്റെ ചില കുടുംബങ്ങളോട് ദയ തോന്നുന്ന പകലാണ്. ചില കുടുംബങ്ങളുടെ ചരിത്രം മാറാൻ പോവാ. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രാപിച്ച റിസീവ് ദാവീദിന് ഒറ്റക്കാരി അവർ, ഞാനൊരു തള്ളപ്പെട്ടവനായിരുന്നു, ഞാനൊരു ഒറ്റപ്പെട്ട. കാരണം ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായി മാനുഷി ആലോചന പ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ട ആളായിരുന്നു ശൗൽ. എന്നാൽ ശൗൽ തൻ്റെ സ്ഥാനത്ത് അവിശ്വസ്തനായപ്പോൾ ശൗലിനെ അഭിഷേകം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ പ്രാർത്ഥനാ റൂമിലേക്ക് കയറി. പ്രവാചകന്മാരുടെ പ്രത്യേകത, ഒരു പ്രശ്നം വരുമ്പോൾ അവർ മനുഷ്യന്റെ മുമ്പിലല്ല പോകുന്നത്, അവർ അധികാരികളുടെ മുമ്പിലല്ല പോകുന്നത്, അവർ പ്രാർത്ഥനാ റൂമില്ല. നീ കടന്നു പോകുന്ന സകല പ്രശ്നത്തിന്റെ പരിഹാരം പ്രാർത്ഥനാ റൂമിലുണ്ട്. പ്രാർത്ഥനാ റൂമിലേക്ക് പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും. ചില പ്രാർത്ഥനാ മനുഷ്യന്മാർ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ, നഷ്ടപ്പെട്ട ആ പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചു പിടിക്കും.